ഇനി നെക്സ്റ്റ് പറയാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ. സൈസ് ഡിപ്പെൻഡൻസ് ഓഫ് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നാനോ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁹ ആണ്. പിന്നെ അതുപോലെ നമ്മൾ ക്ലാസിഫിക്കേഷനൊക്കെ ചെയ്തപ്പോൾ 1 to 100 നാനോമീറ്ററിൽ പെടുന്ന നാനോ സൈസ് റേഞ്ചിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു 1 to 100 നാനോമീറ്റർ അല്ലെങ്കിൽ 10⁻⁹ to 10⁻⁷ മീറ്റർ ഈ ഒരു റേഞ്ചിൽ വരുന്ന സമയത്ത് അവരുടെ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ആറ്റംസിൻ്റെ പോലെ ആവില്ല. അതുപോലെ തന്നെ അല്ലാന്നുണ്ടെങ്കിൽ മാക്രോസ്കോപ്പിക് ബൾക്കായിട്ടുള്ള വലിയ മെറ്റീരിയൽസിൻ്റെ പോലെ ആവില്ല. നേരെ മറിച്ച് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇൻ്റർമീഡിയറ്റ് ആയിട്ടാണ് നിൽക്കുക. ഐസൊലേറ്റഡ് ആറ്റത്തിൻ്റെയും മാക്രോസ്കോപ്പിക് ബൾക്ക് മെറ്റീരിയൽസിൻ്റെയും ഇൻ്റർമീഡിയറ്റ് ആയിട്ടാണ് നമ്മളുടെ പാർട്ടിക്കിൾസിൻ്റെ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീസൺ കൊണ്ട് നാനോ മെറ്റീരിയൽസ് വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ അവരുടെ പ്രോപ്പർട്ടീസ് നമുക്ക് വേരിയേഷൻസൊക്കെ കൊണ്ടുവരാൻ പറ്റും. ആ വേരിയേഷൻസൊക്കെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അവരുടെ മാക്രോ സ്കെയിലിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത പ്രോപ്പർട്ടീസൊക്കെ നമുക്ക് എന്തിൽ കൊണ്ടുവരാൻ പറ്റും? നാനോ മെറ്റീരിയൽസിൽ ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ സൈസ് ഡിമിനിഷ് ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ ക്യാരക്ടേഴ്സിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ പ്രോപ്പർട്ടീസ് എന്തായിട്ട് വരും? സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവരുടെ പ്രോപ്പർട്ടീസൊക്കെ വരിക. അവർ പുതിയ പുതിയ ഫിനോമിനാസൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ലൈക്ക് ക്വാണ്ടം സൈസ് കൺഫൈൻമെൻറ്റ് ഒക്കെ പറഞ്ഞതാണ്. ക്വാണ്ടം സൈസ് കൺഫൈൻമെൻറ്റ്, വേവ് ലൈക്ക് ട്രാൻസ്പോർട്ട്, അങ്ങനത്തെ ഫിനോമിനാസൊക്കെ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് അവർ പുതുതായിട്ടുള്ള പല പ്രോപ്പർട്ടീസും അവർ കാണിക്കുന്നത്. അപ്പോൾ അവരൊരു നാനോ സ്കെയിലിലെ ഫിനോമിന ഫോളോ ചെയ്യുന്നതിന് പകരം അല്ലെങ്കിൽ ഒരു മാക്രോ സ്കെയിലിലെ ഫിനോമിന, നാനോ മെറ്റീരിയൽസിൻ്റെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ബൾക്കിൽ നിന്ന് വളരെയധികം ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ വളരെയധികം സൈസിനെ ഡിപ്പെൻഡായിട്ട് കാണിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി. സൈസ് മാറുന്നതിനനുസരിച്ച് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഈ നാനോ മെറ്റീരിയൽസിൻ്റെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഫിനോമിനാസിനെ ആട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് സർഫസ് പ്ലാസ്മോൺ റെസൊണൻസും സെക്കൻഡ് വൺ ക്വാണ്ടം കൺഫൈൻമെൻറ്റ് എന്ന് പറയുന്ന 2 ഫിനോമിനാസ്. അപ്പോൾ ഗോൾഡിന് ആദ്യത്തെ കാര്യം നമ്മൾ പറയാം കേട്ടോ. ഫസ്റ്റ് റീസൺ അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ, സൈസ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുന്ന ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ നമ്മൾ ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഗോൾഡൻ കളറാണ് നമ്മൾ ഉദ്ദേശിക്കുക അല്ലേ? എപ്പോഴും ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡൻ കളർ. പക്ഷേ നമ്മളുടെ ഗോൾഡ് നാനോ പാർട്ടിക്കിൾസ്ക്ക് പോകുന്ന സമയത്ത് അത് ബ്ലൂ കളറിൽ നിന്ന് ചേഞ്ച് ചെയ്ത് ഫൈനലി ഒരു ഡീപ്പ് റെഡ് കളറിലെത്തും. സൈസ് ചെറുതാവും തോറും ബ്ലൂവിൽ നിന്ന് ഇൻ്റർമീഡിയറ്റ് കളേഴ്സിലൂടെ പാസ് ചെയ്തിട്ട് ഫൈനലി ഡീപ്പ് റെഡ് കളറിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സൈസ് മാറുന്നതിനനുസരിച്ച് അവിടെ എന്തും മാറുന്നുണ്ട്? കളർ വേരിയേഷൻസും സംഭവിക്കുന്നുണ്ട് മെറ്റാലിക് നാനോ പാർട്ടിക്കിൾസിൽ. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സർഫസ് പ്ലാസ്മോൺ റെസൊണൻസ് കാരണമാണ് ഈ കളർ ചേഞ്ച് വരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത് പറയുന്നത് എന്താണ് ഒരു സർഫസ് പ്ലാസ്മോൺ എന്ന് പറയുന്നത്? അപ്പോൾ നമ്മളൊരു നാനോസ്ഫിയർ കൺസിഡർ ചെയ്യുകയാണല്ലേ. ഒരു സ്ഫിയറിൻ്റെ നാനോ സൈസിലുള്ള ഒരു സ്ഫിയർ. ഈ നാനോ സൈസിലുള്ള സ്ഫിയറിനകത്ത് ഇലക്ട്രോണിൻ്റെ ഗ്യാസ് നാച്ചുറലായിട്ട് ഓസിലേഷൻ ചെയ്തുകൊണ്ടിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സർഫസ് പ്ലാസ്മോൺ എന്ന് വിളിക്കുന്നത്. നാനോസ്ഫിയറിനകത്തുള്ള ഇലക്ട്രോൺ ഗ്യാസ് നാച്ചുറലി ഓസിലേഷൻ ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സർഫസ് പ്ലാസ്മോൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ വരുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തും ഈ സ്ഫിയറിൻ്റെ സൈസും കൺസിഡർ ചെയ്യുമ്പോൾ ആ സ്ഫിയറിൻ്റെ സൈസ് വളരെയധികം സ്മോൾ ആവുക, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ വേവ് ലെങ്ത്തും ആ ഓസിലേറ്റിംഗ് ഫ്രീക്വൻസിയും കമ്പയറബിളി സെയിം ആവുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കും? അബ്സോർപ്ഷൻ വരുന്ന എനർജീനെ അബ്സോർബ് ചെയ്തിട്ട് അവിടെ അതിൻ്റെ സൈസിന് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൊരു കളർ അവർ കാണിക്കും.
അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ടത് സർഫസ് പ്ലാസ്മോൺ റെസൊണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാനോസ്ഫിയറിനകത്തുള്ള ഇലക്ട്രോൺ ഗ്യാസ് നാച്ചുറൽ ഓസിലേഷൻ കാണിക്കുന്നതാണ് സർഫസ് പ്ലാസ്മോൺ. വരുന്ന ഇൻസിഡൻറ്റ് ലൈറ്റും അതിനകത്തുള്ള ഓസിലേഷൻ ഫ്രീക്വൻസിയും അടുത്ത് വരുന്ന സമയത്ത്, ക്ലോസ് ആവുന്ന സമയത്ത് അവിടെ എന്ത് നടക്കും? എനർജിയുടെ അബ്സോർപ്ഷൻസ് നടന്നിട്ട് അവിടെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കളർ അവർ കാണിക്കുന്നുണ്ട്. ഇനി അടുത്തത് പറയാനുള്ളത് വേറൊരു എക്സാമ്പിൾ പറയാണ്, ക്വാണ്ടം ഡോട്ട്സിൻ്റെ കാര്യം. ക്വാണ്ടം ഡോട്ട്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എല്ലാ ഡയമെൻഷനും നാനോ സ്കെയിലിൽ വരുന്ന ഒരു ഡോട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചിരുന്നത്? ക്വാണ്ടം ഡോട്ട്സ് എന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ ഈ ക്വാണ്ടം ഡോട്ട്സ് ആയിട്ടുള്ള സെമി കണ്ടക്ടേഴ്സ് ലൈക്ക് CDSE, കാഡ്മിയം സെലിനൈഡ്, കാഡ്മിയം സൾഫൈഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ സെമി കണ്ടക്ടർ അല്ലേ, അവർ കണ്ടക്ട് ചെയ്യും ഇലക്ട്രിസിറ്റി. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. പക്ഷെ അവരൊരു ക്വാണ്ടം ഡോട്ട് സ്ട്രക്ചർക്ക് പോകുന്ന സമയത്ത് അവിടെ ഇലക്ട്രോൺസ് ഒന്നും അത്ര ഫ്രീ ആവില്ല. അവരൊക്കെ ഒരു എനർജി, ക്വാണ്ടൈസ്ഡ് ആയിട്ടുള്ള എനർജി സ്റ്റേറ്റിലാവും നിൽക്കുന്നുണ്ടാവുക. അതിനെയാണ് നമ്മൾ ക്വാണ്ടം കൺഫൈൻമെൻറ്റ് എന്ന് വിളിക്കുക. അതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. അപ്പോൾ ഈ കോൺഫൈൻമെൻറ്റ് കാരണമാണ് അവിടെ എന്ത് വരുന്നത്? ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസിൻ്റെ ഡിഫറൻസ്, വേരിയേഷൻസ് വരുന്നത്. എന്തിനനുസരിച്ച്? സൈസിനനുസരിച്ച് വേരിയേഷൻസ് കാണിക്കും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇവർക്കിടയിലുള്ള ബാൻഡ് ഗ്യാപ്പ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ സൈസ് കുറയുന്നതിനനുസരിച്ച് ഇവരുടെ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ എമിഷൻ പീക്സ് ഒക്കെ ഷോർട്ടർ വേവ് ലെങ്ത്തിൻ്റെ ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്വാണ്ടം കൺഫൈൻമെൻറ്റ് കാരണം ഇലക്ട്രോൺസ് ക്വാണ്ടൈസ്ഡ് ലെവലിലായിരിക്കും പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ എന്ത് സംഭവിക്കും? സൈസ് ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അവർക്കിടയിലുള്ള ബാൻഡ് ഗ്യാപ്പ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ബാൻഡ് ഗ്യാപ്പ് ഇൻക്രീസ് ചെയ്യും തോറും അവരുടെ അബ്സോർപ്ഷൻ സ്പെക്ട്ര അതുപോലെ തന്നെ എമിഷൻ സ്പെക്ട്ര ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് അവരുടെ പീക്കുകൾ ഏത് ഭാഗത്തേക്ക്, വേവ് ലെങ്ത്ത് കുറയുന്ന ഭാഗത്തേക്ക്, ഷോർട്ടർ വേവ് ലെങ്ത്തിൻ്റെ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി ഒരു എക്സാമ്പിൾ പറയാണ്. അപ്പോൾ താഴെ പറയാണ്, കാഡ്മിയം സെലിനൈഡ് നാനോ പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് നമ്മൾ 6 നാനോമീറ്റർ ടു 2 നാനോമീറ്റർ വരെ വേരി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ എമിഷൻ പീക്സ് നമുക്ക്, അല്ലെങ്കിൽ അബ്സോർപ്ഷൻ പീക്സോ അല്ലെങ്കിൽ ഫ്ലൂറസൻസ് എമിഷൻസ് പീക്കിനൊക്കെ നമുക്ക് എൻറ്റയർ വിസിബിൾ സ്പെക്ട്രം, അതായത് റെഡ് മുതൽ ബ്ലൂ വരെ നമുക്കതിനെ വേരി ചെയ്തുകൊണ്ട് ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. സൈസ് വേരി ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ എമിഷൻ അല്ലെങ്കിൽ അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിനെ നമുക്ക് റെഡ് ടു ബ്ലൂ എന്നുള്ള ഭാഗത്ത് വേരി ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി പറയാനുള്ളതാണ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസും അവരുടെ സൈസ് ഡിപ്പെൻഡൻസ്. ഇത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു മെറ്റൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് കാണിക്കും? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കാണിക്കും. അതിനകത്തുള്ള ഇലക്ട്രോൺസിൻ്റെ മൊബിലിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മീൻ ഫ്രീ പാത്ത് ഓഫ് ഇലക്ട്രോൺസിനെ, അതായത് രണ്ട് സക്സസീവ് കൊളീഷൻസിൻ്റെ ഇടയിൽ ട്രാവൽ ചെയ്ത മീൻ ഡിസ്റ്റൻസിനെയാണ് മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഇലക്ട്രോൺ മൊബിലിറ്റിനെയും മീൻ ഫ്രീ പാത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കാണിക്കുന്നത്, ഒരു മെറ്റൽ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു മെറ്റലിനെ നമ്മൾ നാനോ മെറ്റീരിയൽ സൈസിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇലക്ട്രോൺ മൂവ്മെൻറ്റ് എന്ത് ചെയ്യപ്പെടുകയാണ്? റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുകയാണ്. നേരത്തെ ഫ്രീ ആയി മൂവ് ചെയ്തിരുന്ന ഇലക്ട്രോൺസ് ഇപ്പോൾ എന്തായി മാറിയിട്ടുണ്ടാവും? നാനോ ആകുമ്പോൾ ടൈറ്റ്ലി ബൗണ്ട് ആയിട്ടുണ്ടാവും. അവരെന്തായിട്ടുണ്ടാവും? ലോക്കലൈസ് ചെയ്തിട്ടുണ്ടാവും. ഒരു സ്പെഷ്യലൈസ് ക്വാണ്ടൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് എനർജി ലെവലിലായിരിക്കും ആ ഇലക്ട്രോൺസ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചിരുന്നത്? ക്വാണ്ടം കൺഫൈൻമെൻറ്റ് എന്ന് വിളിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ബൾക്കായിത്തിരുന്ന ഒരു മെറ്റലിൻ്റെ പ്രോപ്പർട്ടീസൊന്നും ആര് കാണിക്കണമെന്നില്ല? ഒരു മെറ്റൽ നാനോ പാർട്ടിക്കിൾ കാണിക്കണമെന്നില്ല. മുന്നേ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഒരു മെറ്റൽ വയർ അല്ലെങ്കിൽ നാനോ സ്കെയിലുള്ളൊരു വയറോ സർക്യൂട്ടൊക്കെ നമ്മുടെ ഓംസ് ലോ I=V/R എന്നുള്ള ലോ എന്ത് ചെയ്യണമെന്നില്ല? ഒബേ ചെയ്യണമെന്നില്ല.
അപ്പോൾ ഈ ഒരു ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിനെ നമുക്ക് സൈസിനനുസരിച്ചിട്ട് വേരി ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണ്, കോപ്പർ പോലത്തെ ഒരു മെറ്റാലിക് കണ്ടക്ടർ എടുത്തു. അതിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്താണ്? സൈസ് റെഡ്യൂസ് ചെയ്യും തോറും, നാനോമീറ്റർക്ക് ഇങ്ങനെ റെഡ്യൂസ് ചെയ്ത് വരും തോറും അതൊരു ക്രിട്ടിക്കൽ വാല്യൂയിലേക്ക് റെഡ്യൂസ് ചെയ്ത് വരും. അങ്ങനെ റെഡ്യൂസ് ചെയ്ത് വന്ന് അതൊരു സെമി കണ്ടക്ടറായി മാറി ഇവൻച്വലി ഒരു ഇൻസുലേറ്റർ ആയിട്ട് വരെ നമുക്കതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറെ എക്സാമ്പിളാണ് ലൈക്ക് നാനോ ട്യൂബ്സൊക്കെ. അവരുടെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസും നമുക്ക് എന്താണ്, ട്യൂണബിളാണ്. സൈസ് മാറുന്നതിനനുസരിച്ച് വേരി ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ കാർബൺ നാനോ ട്യൂബ്സിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിനെ കുറിച്ചാണ് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇനി അടുത്തത്. കാർബൺ നാനോ ട്യൂബ്സും എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? കണ്ടക്ടേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവരുടെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുടെ നാനോ ട്യൂബാണല്ലേ. അപ്പോൾ ആ ട്യൂബിന് എന്തുണ്ടാവും? ഒരു ഡയാമീറ്റർ ഉണ്ടാവും. പിന്നെ അതിങ്ങനെ റൗണ്ട് ചെയ്ത് വരുമ്പോൾ അതിന് ഹെലിക്സ് ഉണ്ടാവും അല്ലേ, എത്രത്തോളം സർക്കിൾസ് വന്നിട്ട് ഹെലിക്സിറ്റി ഉണ്ടാവും. അപ്പോൾ അത് അതിൻ്റെ ഈ 2 പ്രോപ്പർട്ടീസിനും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ കണ്ടക്ടിവിറ്റി കാണിക്കുക. കാർബൺ നാനോ ട്യൂബ്സ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കാണിക്കുന്നുണ്ട്. അതെന്തിനു ഡിപ്പെൻഡ് ചെയ്യും? നമ്മളെടുക്കുന്ന കാർബൺ നാനോ ട്യൂബ്സിൻ്റെ ഡയാമീറ്ററിനെയും അതുപോലെ തന്നെ ഹെലിസിറ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ കണ്ടക്ടിവിറ്റി വേരി ചെയ്യുന്നത്. ഈ 2 പാരാമീറ്റേഴ്സ് ചെറുതായിട്ടൊന്ന് വേരി ചെയ്താൽ പോലും അവരൊരു മെറ്റാലിക് സ്റ്റേറ്റിൻ്റെയും സെമി കണ്ടക്ടർ സ്റ്റേറ്റിൻ്റെ ഇടയിൽ അവരുടെ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഡിഫറൻസ് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവരുടെ ഒരു മെയിൻ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നോർമലി കറണ്ട് ക്യാരിയിങ് വയേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ ഇലക്ട്രിസിറ്റി ക്യാരി ചെയ്യുന്ന വയേഴ്സിനെ ഇവർക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. കാർബൺ നാനോ ട്യൂബ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്വാണ്ടം വയേഴ്സ് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇതിന് യൂസ് ചെയ്ത് നമുക്ക് 1000 മൈൽസിൽ ദൂരത്തേക്ക് ഇലക്ട്രിസിറ്റി നമുക്ക് ക്യാരി ചെയ്ത് പോകാൻ പറ്റും. ഫാസ്റ്ററായിട്ടും മോർ എക്കണോമിക് ആയിട്ടും. അതുപോലെ എന്താണ്, അവിടെ ഹീറ്റ് ലോസ് ഒക്കെ അല്ലെങ്കിൽ എനർജി ലോസ് ടു ദ മിനിമം അല്ലെങ്കിൽ നോ എനർജി ലോസ് ആണ് എന്നുള്ള രീതിയിലേക്ക് വരെ നമുക്ക് എന്ത് കണ്ടക്ട് ചെയ്യാം? ഇലക്ട്രിസിറ്റി ദൂരത്തോളം നമുക്കതിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി, ലാസ്റ്റ് വണ്ണാണ് പറയാനുള്ളത്, കാറ്റാലിറ്റിക് പ്രോപ്പർട്ടീസ് ആൻഡ് ദെയർ സൈസ് ഡിപ്പെൻഡൻസ്. അപ്പോൾ നമ്മളുടെ നാനോ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അത്രയും മൈന്യൂട്ടായിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മളുടെ കാറ്റാലിറ്റിക് പ്രോപ്പർട്ടി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യാണ്? സർഫസിനെ ഡിപ്പെൻഡ് ചെയ്ത് നടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. എത്രത്തോളം ഒരു പാർട്ടിക്കിൾ ചെറുതാവുന്നോ അത്രത്തോളം അതിൻ്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ വലിയൊരു ചോക്ക് പീസ് എടുക്കുകയാണ്, അതിങ്ങനെ ആ ഒരു സിലിണ്ടറിൻ്റെ രൂപത്തിൽ അതിൻ്റെ സർഫസ് ഏരിയ വരുള്ളൂ. പക്ഷേ നമ്മൾ നന്നായിട്ട് പൗഡർ ചെയ്ത് കുറേ പൗഡറായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കൂടെ ഉള്ള ഏരിയാസും കൂടെ അതിൻ്റെ സർഫസ് ഏരിയയിലേക്ക് വരും. അപ്പോൾ പൗഡേർഡ് ഫോമിലായിരിക്കും എന്ത് കൂടുതൽ? സർഫസ് ഏരിയ കൂടുതലായിട്ടുണ്ടാവുക, അതായത് സ്മോൾ പാർട്ടിക്കിൾസിൽ. അപ്പോൾ നാനോ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ സർഫസ് ഏരിയ പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെയധികം ഹൈ ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ സർഫസ് ടു വോളിയം റേഷ്യോ ഗ്രേറ്റർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സർഫസ് ഏരിയ കൂടിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള ആക്റ്റീവ് സൈറ്റ് അതെവിടെ ഉണ്ടാവുക? സർഫസിലാണ് ഉണ്ടാവുക. അപ്പോൾ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ് സൈറ്റിൻ്റെ എണ്ണം കൂടി. ആക്റ്റീവ് സൈറ്റിൻ്റെ എണ്ണം കൂടി എന്ന് പറയുമ്പോൾ എന്താണ്? മോർ എഫിഷ്യൻ്റായിട്ട് അത് ഒരു കാറ്റലിസ്റ്റായിട്ട് പ്രവർത്തിക്കാൻ അതിന് കഴിയും. കൂടുതൽ ആൾക്കാരെ പ്രൊഡക്റ്റുകളായിട്ട് കൺവേർട്ട് ചെയ്യാൻ അതിന് ക്യാപ്പബിളായിരിക്കും. അപ്പോൾ നാനോ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഒരു ഗുഡ് കാറ്റാലിറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കും. സൈസിനനുസരിച്ച് അതിൻ്റെ കാറ്റാലിറ്റിക് പ്രോപ്പർട്ടി വേരി ചെയ്യും. സൈസ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റാലിറ്റിക് പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യാണ് പ്ലാറ്റിനം എന്ന് പറയുന്ന മാക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ, വലിയ പാർട്ടിക്കിൾ, അതിനെ നമ്മൾ നാനോ പാർട്ടിക്കിളായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും കൂടുതലായിട്ടുള്ള കാറ്റാലിറ്റിക് എഫിഷ്യൻസി കാണിക്കുക? ഒബ്വിയസ്ലി നമ്മളുടെ നാനോ പാർട്ടിക്കുലേറ്റ് ആയിരിക്കും. പ്ലാറ്റിനത്തിൻ്റെ നാനോ പാർട്ടിക്കിളായിരിക്കും കൂടുതൽ കാറ്റാലിറ്റിക് എഫിഷ്യൻസി കാണിക്കുക. ഏത് റിയാക്ഷനിൽ? കാർബൺ മോണോക്സൈഡിനെ കാർബൺ ഡൈ ഓക്സൈഡ് ആക്കുന്ന ഓക്സിഡേഷൻ റിയാക്ഷനിൽ. അപ്പോൾ സൈസ് ഡിപ്പെൻഡൻസിനനുസരിച്ച് 3 പറഞ്ഞത്: ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി, ലാസ്റ്റ് വൺ കാറ്റാലിറ്റിക് പ്രോപ്പർട്ടീസും.